ഇന്ത്യയിൽ കുറച്ചു മുമ്പ് ഐക്യൂ 3 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഫോണുകളിൽ ഒരു ഫോണായിരുന്നു ഐക്യൂ 3 എന്ന ഫോൺ. ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഈ ഫോൺ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഐക്യൂടെ പല ഫോണുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൈനയിൽ ഐക്യൂടെ കുറേ ഫോണുകൾ ലോഞ്ച് ചെയ്തു, എന്നാൽ ഇന്ത്യയിൽ ആ ഫോണുകളൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഐക്യൂടെ ചില ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ ഫോണുകളുടെ ലോഞ്ച് ടൈമിനെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പറയേണ്ട കാര്യം ഐക്യൂ 7 എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ ഒരു ഫോൺ മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം കൺഫേംഡ് ആണ്. സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 1000 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഏകദേശം 91.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ചില പ്രഷർ സെൻസിറ്റീവ് ഏരിയ വരുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിൽ പിടിക്കുമ്പോൾ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുമാണ് ഈ പ്രഷർ സെൻസിറ്റീവ് ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ഫീച്ചറൊക്കെ ഗെയിമിങ്ങിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഐക്യൂ 7 എന്ന ഫോൺ ഗെയിമിങ്ങിന് അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ് ആണ്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 209.5 ഗ്രാം ആയിരിക്കും. ഫോണിൻ്റെ തിക്നെസ് വരിക ഏകദേശം 8.7 mm ആയിരിക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ചൈനയിൽ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വന്നിരുന്നത്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏതൊക്കെ വെർഷൻ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോണിൽ LPDDR5ൻ്റെ റാം ആയിരിക്കും വരിക. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഫോണിൽ നല്ല കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. L ഷേപ്പിലുള്ള VC കൂളിംഗ് ഈ ഫോണിൽ വരുന്നുണ്ട്. പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 5.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ ലീനിയർ മോട്ടോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വൈബ്രേഷൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ചൈനീസ് വെർഷനിൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ വെർഷനിൽ NFC സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. മോൺസ്റ്റർ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈറസ് ഓഡിയോയും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Android 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ 13 മെഗാപിക്സലിൻ്റെ f2.46 അപ്പേഴ്സിൽ വരുന്ന പോർട്രേറ്റ് ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 4000 mAh ബാറ്ററി വരും. എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരുന്നത് ഏകദേശം 43,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. സാധാരണ ഇന്ത്യയിൽ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ചൈനയിലുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിലാണ് ഇന്ത്യയിൽ ഫോൺ ലോഞ്ച് ചെയ്യാറ്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫോൺ ഇന്ത്യയിൽ 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതാണ്. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ ഇന്ത്യയിൽ മാർച്ച് 3rd വീക്ക് അല്ലെങ്കിൽ 4th വീക്കിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഐക്യൂടെ വേറെയും ഫോണുകൾ വരുന്നുണ്ട്. ആ ഫോണുകൾ ഏപ്രിൽ ലാസ്റ്റ് ലോഞ്ച് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് ഏത് ഫോണുകളാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.